അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ആദരണീയരായ സഹോദരന്മാരെ, സഹോദരിമാരെ, പരിശുദ്ധ റമദാൻ മാസം പകുതി പിന്നിടുകയാണ് നമ്മളെല്ലാവരും. അള്ളാഹുവിന്റെ വലിയൊരു തൗഫീഖാണ് ഒരു റമദാൻ മാസത്തിൽ സന്നിഹിതനാകാനും നോമ്പെടുക്കാനും ആരാധനാകർമ്മങ്ങളിൽ നിരതരാകാനും ഒക്കെ ഭാഗ്യം ലഭിക്കുക എന്നത്. ഈ റമദാൻ മാസം പല കാരണങ്ങളാൽ സവിശേഷമാണ്, നമ്മൾക്കെല്ലാവർക്കും അറിയാം. വീട്ടിലിരുന്ന് സമാധാനപൂർവ്വം ആരാധനകൾ നിർവഹിക്കുകയാണ് നമ്മളെല്ലാവരും. അത് ഏറ്റവും നന്നായിട്ട് ഉപയോഗപ്പെടുത്താനാണ് നമ്മൾ ഈ സന്ദർഭം ഉപയോഗിക്കേണ്ടത്. റമദാൻ 17 പ്രവേശിച്ചു നമ്മൾ. റമദാൻ 17 ഇസ്ലാമിക ചരിത്രത്തിലെ അതുല്യമായൊരു സംഭവത്തിന്റെ ചരിത്രം നമ്മെ അനുസ്മരിപ്പിക്കുന്ന സുദിനമാണ്. റമദാൻ 17 ബദ്ർ യുദ്ധം നടക്കുന്നത്. ഇസ്ലാമിക ചരിത്രത്തിലെ ഹക്കും ബാത്തിലും തമ്മിൽ വേർതിരിച്ച നിർണായകമായ ഒരു സംഘട്ടനവും അതിന്റെ ഫലമായി നിർണായകമായ വിജയങ്ങൾ നേടിയെടുക്കുകയും ചെയ്ത ഒരു സംഭവമാണ് ബദ്ർ യുദ്ധം. നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അനുയായികളും മക്കയിലെ അവരുടെ 13 വർഷത്തെ പ്രബോധന കാലഘട്ടത്തിൽ കണക്കില്ലാത്ത വിധം പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുകയും ശത്രുപക്ഷത്തിന്റെ പീഡനങ്ങൾ നിരന്തരം സഹിക്കുകയും ചെയ്തുകൊണ്ട് കഴിച്ചുകൂട്ടിയവരാണ്. അതിനിടയ്ക്ക് തന്നെ ഹബ്ശയിലേക്കും തായിഫിലേക്കുമൊക്കെ ഹിജ്റ പോവുകയും ചെയ്തിട്ടുണ്ട്. അവസാനത്തെ ഘട്ടമെന്ന നിലക്കാണ് 13 വർഷവും കഴിഞ്ഞപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അനുയായികളും മക്ക വിട്ട് മദീനയിലേക്ക് ഹിജ്റ പോകുന്നത്. ഹിജ്റ ചെന്ന് ഒരു വർഷം പൂർത്തിയായിട്ടേ ഉള്ളൂ. 2ാമത്തെ വർഷത്തേക്ക് കടക്കുകയാണ് റമദാൻ മാസം. അപ്പോഴാണ് ഒരു യുദ്ധസംഭവത്തിലേക്ക് മുസ്ലിങ്ങൾ എത്തിച്ചേരുന്നത്. മദീനയിൽ ചെന്ന് അവിടെ കാലുറപ്പിച്ച് നിൽക്കാവുന്ന സാഹചര്യങ്ങൾ പോലും പൂർണ്ണമായും കൈവന്നിട്ടില്ല. അഭയാർത്ഥികളായി ചെന്ന ആളുകൾ അൻസാറുകളായ ആളുകളുടെ ഔദാര്യത്തിലും സഹായത്തിലും അങ്ങേയറ്റത്തെ വിശാല മനസ്കതയിലും വേരുപിടിച്ചു വരുന്നേയുള്ളൂ മദീനയിൽ. അപ്പോഴാണ് ഒരു യുദ്ധത്തിലേക്ക് എത്തിച്ചേരുന്നത് സംഗതികൾ. ആ യുദ്ധത്തിൽ വലിയ വിജയമാണ് മുസ്ലിങ്ങൾ, വിശ്വാസികൾ കൈവരിച്ചത്. യുദ്ധത്തിൽ മുസ്ലിങ്ങൾ വിജയം വരിക്കുകയും റമദാൻ 17 നടന്ന യുദ്ധത്തിൽ പട്ടിണി കിടന്ന് വിശന്നുകൊണ്ട് നടന്ന ആ യുദ്ധത്തിൽ മുസ്ലിങ്ങൾ വിജയം വരിച്ച് മദീനയിലേക്ക് തിരിച്ചു വരുന്നു. ശത്രുപക്ഷത്തെ പൂർണ്ണമായും പരാജയപ്പെടുത്തുകയും ബന്ദികളാക്കുകയും വധിക്കുകയും ഒക്കെ ചെയ്യുന്നു. അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു അനുഭവമായിരുന്നു അത്. യുദ്ധത്തിൽ വിജയിച്ചു എന്നത് മാത്രമല്ല, ശത്രു സൈന്യത്തിനെതിരിൽ ആദ്യമായി നേടുന്ന നിർണായകമായൊരു വിജയമായിരുന്നു അത്. എന്ന് മാത്രമല്ല, ആ റമദാൻ മാസത്തിന്റെ തലേ മാസം ഷഅബാനിലാണ് റമദാൻ വ്രതം നിർബന്ധമാകുന്നത്. നോമ്പെടുക്കുന്നത് ആദ്യമായിട്ടാണ് ആ രീതി. അതിനാണ് ഒരു യുദ്ധവും വരുന്നത്. അത് കഴിഞ്ഞ് തിരിച്ച് വിജയശ്രീലാളിതരായി മദീനയിൽ വന്ന് ഈദുൽ ഫിത്തർ അവരാഘോഷിക്കുന്നു. ആദ്യത്തെ അവരുടെ ഈദുൽ ഫിത്തർ ഇരട്ടി മധുരമുള്ള ഒരു വൻ വിജയത്തിന്റെ സമാപനമായി വന്ന പെരുന്നാളാണ്. ബദ്റിലെ വിജയവും പെരുന്നാളും ഈദുൽ ഫിത്തറും ഒന്നിച്ചു കിട്ടിയപ്പോൾ വലിയ ആഹ്ലാദവും സന്തോഷവുമായിരുന്നു വിശ്വാസികൾക്കുണ്ടായത്. ബദ്ർ യുദ്ധം ഒരു ആദർശത്തിന്റെ പേരിൽ നടന്ന, അള്ളാഹുവിന്റെ മാർഗത്തിൽ നടന്ന ഒരു യുദ്ധമാണ്. അധികാരത്തിന് വേണ്ടിയല്ല, രാജ്യാതിർത്തികൾ വികസിപ്പിക്കാൻ വേണ്ടിയല്ല, സ്ഥാനമാനങ്ങൾ നേടാനോ മറ്റേതെങ്കിലും ദുരഭിമാനത്തിന്റെ പേരിലോ ഒരു യുദ്ധവും അവിടെ നടന്നിട്ടില്ല. അവിടെ നടന്നത് പൂർണ്ണമായും ഒരു ആദർശത്തിന്റെ പേരിലുള്ള യുദ്ധമാണ്. അതൊരു അനിവാര്യമായി വന്നപ്പോൾ യുദ്ധത്തിലേക്ക് എത്തിച്ചേർന്നാണ്. ഇസ്ലാം ഒരു യുദ്ധത്തെ പ്രേരിപ്പിക്കുകയോ യുദ്ധത്തിന് ആഹ്വാനം ചെയ്യുകയോ താൽപര്യം കാണിക്കുകയോ ചെയ്യുന്ന മതമല്ല. യുദ്ധം ഒരു അനിവാര്യമായ സാഹചര്യം വരുമ്പോൾ
ഈ ഭൂമിയിൽ നിലനിൽക്കേണ്ട ഒരു ആദർശമെന്ന നിലയ്ക്ക് യുദ്ധവും ഇസ്ലാം അംഗീകരിക്കുന്നു എന്ന് മാത്രം. സമാധാനം എന്നതാണ് സിൽമ് എന്ന സമാധാനം എന്നതാണ് ഇസ്ലാം എന്ന പേര് പോലും സൂചിപ്പിക്കുന്നത്. ആ സമാധാനത്തിന്റെ സന്ദേശം ഒരു യുദ്ധത്തിലേക്ക് എത്തിച്ചേരണമെങ്കിൽ ശത്രുപക്ഷത്ത് നിന്ന് എന്തുമാത്രം പ്രകോപനങ്ങളും എന്തുമാത്രം പ്രശ്നങ്ങളും ഉണ്ടാകണമെന്ന് ആലോചിച്ചു. അതെല്ലാം ഒത്തുചേർന്നപ്പോഴാണ് ഒരു യുദ്ധത്തിലേക്ക് സംഗതികൾ എത്തിച്ചേർന്നത്. ഇതിന്റെ ആദ്യത്തെ ഘട്ടമെന്ന നിലയ്ക്ക് നടക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അനുയായികളും മദീനയിൽ അഭയം തേടി ഒരു പുതിയ ഭൂമികയിൽ അവരുടേതായ ആദർശ പ്രബോധനവും സംഗതികളും നടത്തിക്കൊണ്ടു പോകുമ്പോൾ മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കുകൾക്കും ശത്രുക്കൾക്കും ഖുറൈശികൾക്ക് പ്രത്യേകിച്ചും അത് അസഹ്യമായിട്ട് അനുഭവപ്പെട്ടു. അവരവിടെ നിന്നും തുരത്തണമെന്നാണ് അവരാഗ്രഹിച്ചത്. അവിടെയും അവർക്ക് നിൽക്കപ്പൊറുതി കൊടുക്കാതെ അവർ ഗൂഢപ്രവർത്തനങ്ങളും കുതന്ത്രങ്ങളും ഗൂഢാലോചനകളുമൊക്കെ നടത്തിക്കൊണ്ടേയിരുന്നു. മക്കയിൽ നിന്ന് അവര് മദീനയിലെ കിരീടം വെക്കാത്ത രാജാവായി നിലനിന്നിരുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു, അബ്ദുല്ലാഹിബിന് ഉബയ്യിബിന് സുലൂൽ. പിന്നീടാണ് ഇസ്ലാം വേഷം കെട്ടിയിട്ടുണ്ട്. മുനാഫിക്കുകളുടെ നേതാവായിട്ട് അദ്ദേഹം അറിയപ്പെടുന്നു. അദ്ദേഹത്തിന് മക്കക്കാരൊരു സന്ദേശം കൈമാറിയത് എത്തിച്ചു കൊടുത്തത്, ഞങ്ങളുടെ നാട്ടിൽ നിന്ന് തുരത്തിയ ആളുകളെ നിങ്ങൾ അവിടെ അഭയം നൽകി സംരക്ഷിക്കുന്നു എന്ന് വന്നാൽ ഞങ്ങൾ നിങ്ങളുമായിട്ട് യുദ്ധം ചെയ്യേണ്ടി വരും. ആ യുദ്ധത്തിന്റെ പരിണിതി നിങ്ങൾ വധിക്കപ്പെടുകയും നിങ്ങളുടെ കുട്ടികളും സ്ത്രീകളുമൊക്കെ ബന്ധനസ്ഥരായി ഞങ്ങൾ മക്കയിൽ കൊണ്ടുവന്ന് അടിമകളാക്കി നിർത്തുകയും ചെയ്യുമെന്നതാണ്. അതിന് നിങ്ങൾ തയ്യാറാകാതെ നിൽക്കുന്നതാണ് നല്ലത് എന്ന ഓർമ്മപ്പെടുത്തൽ മക്കക്കാരുടെ ഭാഗത്ത് നിന്ന് മദീനക്കാരായ ഉബയ്യ് ഇബ്നു സുലൂലിന്റെ നേതൃത്വത്തിൽ ചില ആളുകൾക്ക് ലഭിച്ചു കഴിഞ്ഞു. സ്വാഭാവികമായിട്ടും റസൂൽ അവരെ പറഞ്ഞു ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചെങ്കിലും ഒരു യുദ്ധം റസൂൽ പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം എല്ലാ ഭാഗത്തും ശത്രുക്കളാണ്. ഇസ്ലാമിന്റെ വളർച്ചയും അതിനുവേണ്ടി ഒരു പ്രദേശം പാകപ്പെട്ടു വരുന്നതും അസഹ്യമായിരുന്നു അവർക്ക്. അങ്ങനെ ഒരു യുദ്ധാന്തരീക്ഷം അവിടെ നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. രണ്ടാമത്തെ ഒരു സംഭവം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശിഷ്യനായ സഅദ് ബിൻ മുആദ് മക്കയിലേക്ക് ഉംറ നിർവഹിക്കാൻ വേണ്ടി വന്നു. ആ ഉംറ നിർവഹിക്കാൻ വേണ്ടി വന്നപ്പോൾ അദ്ദേഹം സമാധാനപരമായി ഉംറ നിർവഹിച്ചു പോകാൻ വേണ്ടി വന്നതാണ്. അദ്ദേഹത്തെ സഹായിക്കുന്നത് ഉഖ്ബത്താണ്. ഉഖ്ബത്ത് ബിൻ ഖലഫാണ് അദ്ദേഹത്തെ മക്കയിൽ സഹായിക്കുന്നത്. അദ്ദേഹത്തിന്റെ സഹായത്തോടെ ഉംറ നിർവഹിച്ച് പോകാൻ വേണ്ടി വന്നാണ് അദ്ദേഹം. ഉംറ നിർവഹിക്കാൻ വേണ്ടി പോകുന്ന സന്ദർഭത്തിൽ അബൂ ജഹല് ഇദ്ദേഹത്തെ കണ്ടു. ഇദ്ദേഹത്തെ കണ്ടപ്പോൾ അദ്ദേഹം ഉംറ നിർവഹിച്ച് പോകുന്ന ആ അവസ്ഥ കണ്ടപ്പോൾ സയ്യിദിനെ വിളിച്ച് അദ്ദേഹം സഅദ് ബിൻ മുആദിനെ വിളിച്ച് അദ്ദേഹം പറഞ്ഞത്, നീ ഇപ്പോൾ അബൂ സുഫ്യാന്റെ കൂടെ അല്ലായിരുന്നുവെങ്കിൽ നീ സുരക്ഷിതനായി നിന്റെ നാട്ടിലേക്ക് മടങ്ങുകയില്ലായിരുന്നു. അദ്ദേഹത്തെ ആദരിച്ചുകൊണ്ടാണ് നിന്നെ ഞാൻ തിരിച്ചുവിടുന്നത്. സുരക്ഷിതനായിട്ട് നിനക്ക് നാട്ടിലേക്ക് മടങ്ങാൻ കഴിയുമായിരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ അത് കേട്ട മാത്രയിൽ തന്നെ അദ്ദേഹം അതിന് ഉച്ചത്തിൽ മറുപടി പറഞ്ഞു, പ്രതികരിച്ചു പൂർണ്ണമായിട്ട്. അദ്ദേഹം പറഞ്ഞു, അബൂജഹലിനോട് നീ എന്നെ ഇവിടെ തടഞ്ഞാൽ ഇതിനേക്കാൾ പ്രധാനപ്പെട്ടൊരു കേന്ദ്രത്തിൽ നിന്നെ ഞങ്ങൾ തടയും. നിങ്ങളുടെ കച്ചവട സംഘങ്ങൾ കടന്നുപോകുന്ന മദീനയിലെ വഴിയിൽ നിങ്ങളെ ഞങ്ങളും പ്രതിരോധിക്കും എന്ന് പറഞ്ഞപ്പോൾ അതൊരു യുദ്ധപ്രഖ്യാപനമായിരുന്നു അബൂജഹലിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ഒരു യുദ്ധപ്രഖ്യാപനം അദ്ദേഹം നടത്തുകയായിരുന്നു. അങ്ങനെ ഒരു യുദ്ധത്തിന്റെ സാഹചര്യം വന്നു ചേർന്നിരുന്നു. മുസ്ലിങ്ങൾക്കെതിരിൽ ഒരു നിലക്ക് വിട്ടുവീഴ്ച ചെയ്യാത്ത മനോഭാവമായിരുന്നു അതിന് കാരണം. അബൂജഹലിന്റെ യുദ്ധപ്രഖ്യാപനമായിരുന്നു അത്. അങ്ങനെ ഇരിക്കെയാണ് അബൂ സുഫിയാന്റെ നേതൃത്വത്തിൽ, ഖുറൈശികളുടെ നേതാവാണ് അദ്ദേഹം, സമർത്ഥനാണ്, തന്ത്രജ്ഞനാണ്, അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഷാം അഥവാ സിറിയയുടെ ഭാഗത്ത് നിന്ന് ഒരു കച്ചവട സംഘം കച്ചവടം കഴിഞ്ഞ് അതുവഴി തിരിച്ചു പോകുന്ന വിവരം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കിട്ടുന്നു. കച്ചവട സംഘത്തിന്റെ കൈവശമുള്ള സമ്പത്ത് ഏതാണ്ടെല്ലാം മക്കയിൽ മുസ്ലിങ്ങൾ വിട്ടേച്ചു പോകുന്ന സമ്പത്താണ്. ആ സമ്പത്താണ് അവർ കൊള്ളയടിച്ച് സ്വന്തമാക്കി വലിയ കച്ചവടം ചെയ്ത് വലിയ ലാഭമുണ്ടാക്കി ആ ലാഭവും
മുതലുമൊക്കെ മുസ്ലിങ്ങൾക്കെതിരെ തന്നെ ഉപയോഗിക്കാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്നത്. അതാണ് സിറിയൻ കച്ചവട സംഘത്തിന്റെ ദൗത്യം. അവരാ വഴിക്ക് തന്നെയാണ് തിരിച്ചു പോകുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതൊരു സന്ദർഭമായി കണ്ടു. അവരെ ഉപരോധിച്ചാൽ തങ്ങളുടെ സ്വത്തുക്കൾ പരമാവധി പിടിച്ചെടുക്കാം, അവരുടെ ശക്തി ക്ഷയിപ്പിക്കാം, മുസ്ലിങ്ങൾക്കെതിരെയുള്ള യുദ്ധം നഷ്ടപ്പെടുത്തി കളയാം, ഇല്ലാതാക്കി കളയാം എന്നൊക്കെ റസൂൽ മുന്നിൽ കണ്ടു. അബൂ സുഫിയാനും കാര്യങ്ങൾ മണത്തറിഞ്ഞിരുന്നു. അദ്ദേഹം വിലയിരുത്തിയത് മുസ്ലിങ്ങളുടെ പ്രദേശത്തിലൂടെ കടന്നുപോകുമ്പോൾ ആക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് അദ്ദേഹം വിലയിരുത്തിയിരുന്നു. അതിന് കാരണം അവർക്കറിയാം, അവരുടെ സമ്പത്ത് ഉപയോഗിച്ചുകൊണ്ടാണ് ഈ കച്ചവട സംഘങ്ങളൊക്കെ പോകുന്നത്, അതാണ് ലാഭം ഉണ്ടാക്കുന്നത്, അത് അവർക്കിതിലാണ് ഉപയോഗിക്കുക എന്നൊക്കെ അവർക്കറിയാം. വാങ്ങിയും പതുങ്ങിയും നിരീക്ഷിച്ചും പരിസരം വിലയിരുത്തിയുമൊക്കെയാണ് അബൂ സുഫിയാൻ കടന്നുപോകുന്നത്. മുസ്ലിങ്ങൾ ഇങ്ങനെ കാത്തിരിക്കുന്നു വരുന്നത് എന്നറിഞ്ഞപ്പോൾ അബൂ സുഫിയാൻ മക്കയിലേക്ക് വിവരമറിയിക്കുകയും സൈന്യത്തെ അയക്കണമെന്ന് പറയുകയും ചെയ്തു. ആ യാത്രയിൽ അബൂജഹലിന്റെ നേതൃത്വത്തിൽ 1000-ഓളം വരുന്ന ഒരു സൈന്യം സർവ്വസന്നാഹങ്ങളോടുകൂടി മദീനയെ ലക്ഷ്യമാക്കി കുതിക്കുകയുണ്ടായി. അവരുടെ കൂടെ ആയുധങ്ങളുണ്ട്, മറ്റു സന്നാഹങ്ങളുണ്ട്, ഒട്ടകങ്ങളും കുതിരകളുമുണ്ട്, നർത്തകിമാരുണ്ട്, മദ്യമുണ്ട്, പാട്ടുപാടുന്നവരുണ്ട്. എല്ലാം ആങ്ങി ഒരുങ്ങി അവർ ആഘോഷപൂർവ്വം മുസ്ലിങ്ങളെ ഈ യുദ്ധത്തോടുകൂടി നശിപ്പിച്ചു കളയാമെന്ന തീരുമാനത്തോടുകൂടിയാണ് അവർ മദീനയിലേക്ക് മാർച്ച് ചെയ്യുന്നത്. 3 ദിവസം മദീനയിലെത്തി തമ്പടിച്ച് കുടിച്ചും കൂത്താടിയും പാട്ടുപാടിയും നർത്തനം ചെയ്തും അങ്ങനെ ആഘോഷപൂർവ്വം ഒരു വിജയം നേടിയെടുക്കാമെന്ന പ്രതീക്ഷയിലാണ് അവർ മദീനയിലെത്തിയിട്ടുള്ളത്. അള്ളാഹുവിന്റെ റസൂൽ വല്ലാത്തൊരു സന്നിഗ്ധ ഘട്ടത്തിലാണ് നിൽക്കുന്നത്. എങ്ങനെ നേരിടും? വളരെ ദുർബലരായ ആളുകളാണ് തന്റെ കൂടെയുള്ളത്. ആകെ 313 ആളുകൾ. അവര് തന്നെ നോമ്പെടുത്ത ആളുകൾ. റമദാൻ മാസത്തിന്റെ ക്ഷീണം. മദീനയിലെത്തിയിട്ട് അവിടുത്തെ കാലാവസ്ഥയും സാഹചര്യവും ഒക്കെ ഇണങ്ങി വരുന്നേയുള്ളൂ. പച്ച പിടിച്ച് വരുന്നേയുള്ളൂ, വേര് പിടിച്ച് വരുന്നേയുള്ളൂ. പട്ടിണിയാണ്. ആയുധങ്ങളില്ല, ഒട്ടകങ്ങളില്ല, കുതിരകളില്ല, ഒന്നുമില്ല. പക്ഷെ അവരുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു കാര്യം, ശക്തമായി ഈമാൻ അവരുടെ കൂടെ ഉണ്ടായിരുന്നു. അള്ളാഹുവിന്റെ സഹായം കിട്ടുമെന്ന പ്രതീക്ഷയും ഉണ്ടായിരുന്നു. അള്ളാഹുവിന്റെ റസൂൽ അള്ളാഹുവിന്റെ മുമ്പിൽ സുജൂദിൽ വീണ് പ്രാർത്ഥിച്ചു, അള്ളാഹുവേ, ഈ കൊച്ചു സംഘം ഈ യുദ്ധത്തിൽ പരാജയപ്പെട്ട് നശിച്ചു കഴിഞ്ഞാൽ നിന്നെ മാത്രം ആരാധിക്കുന്ന ഒരു വിഭാഗം പടച്ചവനെ ഭൂമിയിൽ അവശേഷിക്കില്ല. അതുകൊണ്ട് സത്യത്തിന്റെ ആളുകളായ ഞങ്ങളെ നീ വിജയിപ്പിക്കണേ എന്ന താണ് കേണ് നിന്നുകൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ പ്രാർത്ഥിച്ചു. അവിടുത്തെ പ്രാർത്ഥനയുടെ സന്ദർഭത്തിൽ അദ്ദേഹത്തിന്റെ തലയിൽ അണിഞ്ഞിരുന്ന തട്ടം താഴെ വീണുപോയി. അബൂബക്കർ അള്ളാഹുവിന് സഹചാരിയായിരുന്ന അബൂബക്കർ അത് എടുത്തു കൊടുത്തുകൊണ്ട് പറഞ്ഞു, റസൂലെ, മതി പ്രാർത്ഥിച്ചത്. അങ്ങയുടെ പ്രാർത്ഥന അള്ളാഹു കേൾക്കും എന്ന് റസൂലിനെ സമാധാനിപ്പിച്ചു. അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അണികളെ യുദ്ധസജ്ജരാക്കി. സർവ്വസൈന്യാധിപൻ തിരുദൂതർ തന്നെയാണ്. കൂടെ ഉള്ള ആളുകളെ സജ്ജരാക്കി അദ്ദേഹം യുദ്ധത്തിന് ആഹ്വാനം ചെയ്തു. ഹർയലിൽ മുഅ്മിനീന അലൽ ഖിതാൽ എന്ന ഖുർആന്റെ വാക്ക് വളരെ അർത്ഥവത്താണ്. ഒരു യുദ്ധരംഗത്ത് യുദ്ധത്തിന് അവരെ പ്രേരിപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. യുദ്ധത്തിന് പ്രേരണ എന്നത് പൊതുവായ പ്രസ്താവമല്ല, യുദ്ധരംഗമാണ്. ആ പ്രേരണയുടെ അർത്ഥം ജീവൻ അർപ്പിച്ചും എന്തു വില കൊടുത്തും ശത്രുക്കളുമായി നേരിടണമെന്ന് തന്നെയാണ്. യുദ്ധരംഗത്തിന് പിന്തിരിഞ്ഞോടുന്നത് വൻ പാപമായിട്ടാണ് അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചിരിക്കുന്നത്. എന്ത് വില കൊടുത്തും ആ ആദർശത്തിന് വേണ്ടിയുള്ള ഒരു പോരാട്ടത്തിൽ പിടിച്ചു നിൽക്കണമെന്നാണ് യുദ്ധത്തിന് പ്രേരണ എന്നതിന്റെ അർത്ഥം. റസൂലിന്റെ കൽപ്പന അവർ കേട്ടു. സഹാബികൾ യുദ്ധസജ്ജരായി, പലരും അതിനുവേണ്ടി ഒരുങ്ങി. അതിലൊരു സംഭവം സാന്ദർഭികമായിട്ട് ഓർക്കാവുന്നതാണ്. ഉമൈർ എന്ന് പറയുന്ന യുവാവായ സഹാബി, അദ്ദേഹം റസൂലിനോട് പറഞ്ഞ, റസൂലും അദ്ദേഹം നടക്കുന്ന ആ സംഭാഷണം ആളുകൾ എത്രത്തോളം ആവേശഭരിതരായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്ന കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖൂമു ഇലാ ജന്നത്തിൻ അർളുഹസ് സമാവാതി വൽ അർദ്, ആകാശഭൂമിയോളം വിശാലമായ സ്വർഗത്തിലേക്ക് എഴുന്നേറ്റ് ചെല്ലൂ എന്ന് റസൂല് യുദ്ധരംഗത്ത് പറഞ്ഞപ്പോൾ, ആകാശഭൂമിയോളം വിശാലമായ സ്വർഗമോ റസൂലെ എന്ന് ഉമർ എഴുന്നേറ്റെന്ന് ചോദിച്ചു. റസൂൽ പറഞ്ഞു, നാം അതെ.
അപ്പൊ അദ്ദേഹം പറഞ്ഞു ബഹിൻ ബഹിൻ ഫേഷ് ഫേഷ് എന്ന് പറഞ്ഞു. അപ്പൊ റസൂൽ ചോദിച്ചു, എന്താണ് നീ അങ്ങനെ ബഹിൻ ബഹിൻ എന്ന് പറയാൻ കാരണം? അദ്ദേഹം പറഞ്ഞു, റസൂലെ, ആകാശഭൂമിയോളം വിശാലമായ സ്വർഗമോ അതിലേക്ക് പോകാനുള്ള താല്പര്യം മാത്രമാണ് എന്നെ അതിനെ പ്രേരിപ്പിച്ച് ഞാൻ ആ സ്വർഗത്തിൽ പ്രവേശിക്കണമെന്ന് ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു. റസൂൽ പറഞ്ഞു, നീ ആ കൂട്ടത്തിൽപ്പെട്ട ആളാണെന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹത്തിന്റെ കയ്യിൽ ഏതാനും ഈത്തപ്പഴം ഉണ്ടായിരുന്നു. ആ ഈത്തപ്പഴം തിന്നുകൊണ്ടിരിക്കുന്ന അദ്ദേഹം ആ ഈത്തപ്പഴം കയ്യിൽ നിന്ന് ഒഴിവാക്കിയിട്ട് പറഞ്ഞത്, ഈ ഈത്തപ്പഴം തിന്ന് തീർക്കുവോളം ഈ ദുനിയാവിൽ ജീവിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ദീർഘമായ കാലമാണ്. അത്രയും നിന്നുകൂടെ ആ സ്വർഗത്തിലേക്ക് എത്തണമെന്ന് പറഞ്ഞ് തന്റെ ആവനാഴിയിൽ നിന്ന് അമ്പെടുത്ത് അത് വില്ലിൽ കുരുത്ത അദ്ദേഹം യുദ്ധക്കളത്തിലേക്ക് എടുത്തു ചാടി ധീരവീര ശൂരനായി പോരാടിക്കൊണ്ട് രക്തസാക്ഷിത്വം വരിക്കുകയാണ് അദ്ദേഹം ചെയ്യുന്നത്. ആ രക്തസാക്ഷിത്വത്തിൽ അദ്ദേഹം അള്ളാഹുവിന്റെ മാർഗത്തിൽ സ്വർഗത്തിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ഇതാണ് വിശ്വാസികളുടെ നിലപാട്. ഇതാണ് യുദ്ധത്തിന്റെ അവസ്ഥ. ഇവിടെ നമ്മൾ പഠിക്കേണ്ട ചില പാഠങ്ങൾ കൂടി പറയട്ടെ. ഒന്ന്, ഇത് ഒരു യുദ്ധം അനിവാര്യമായ സന്ദർഭത്തിൽ ഉണ്ടായ ഒരു സംഭവം. രണ്ടാമത്തത്, ഈ യുദ്ധത്തിൽ രക്തസാക്ഷികൾക്ക് സ്വർഗം ലഭിക്കുന്നു എന്നത് രണ്ടാമത്തെ ഒരു പാഠം. എല്ലാ അനുഗ്രഹവും അവർക്ക് ലഭിക്കും. മൂന്നാമത്തെ സംഗതി, ഒരാദർശത്തിനു വേണ്ടിയായിരുന്നു ആ യുദ്ധം എന്നതാണ്. അതാണ് റസൂലുള്ളാഹിന്റെ പ്രാർത്ഥനയിൽ സൂചിപ്പിക്കുന്നത്. ഈ യുദ്ധത്തിൽ ഞങ്ങൾ നശിപ്പിക്കപ്പെട്ടു കഴിഞ്ഞാൽ നിന്നെ മാത്രം ആരാധിക്കുന്ന ഒരു വിഭാഗം അവശേഷിക്കില്ല എന്നാണ്. അങ്ങനെ ആ യുദ്ധം എത്രയെത്ര ചെറു സംഘങ്ങളാണ് വലബത്ത് ഫിയത്തൻ കസീറ, വലിയ സംഘങ്ങളെ അതിജയിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞ ഖുർആന്റെ വാക്യം പോലെ ആ ചെറു സംഘം വൻ സംഘത്തെ ജയിച്ചിറക്കിയിട്ടായി. നമ്മളിവിടെ പഠിക്കേണ്ട ഒരു പാഠം ആദർശത്തിനു വേണ്ടി ജീവിക്കുക എന്നതാണ്. ആ ആദർശ ജീവിതമാണ് മുഖ്യമായിട്ടുള്ളത്. ഇസ്ലാം അതിന് വലിയ പ്രാധാന്യം കാണുന്നു. ആ ആദർശം ഏത് സാഹചര്യത്തിലും പിടിച്ചു നിൽക്കുക. ഈ പ്രത്യേകമായ നമ്മുടെ ഈ സാഹചര്യത്തിലും ആദർശത്തിന് വലിയ വിലയുണ്ട്. ആദർശമാണ് മുഖ്യം. അതിന് ജീവനർപ്പിക്കേണ്ടി വന്നാൽ പോലും അതിന്റെ മാർഗത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഒരു ചാഞ്ചല്യവും ഇല്ലാതെ പിടിച്ചു നിൽക്കാനുള്ള ഒരു ആവേശവും ഉന്മേഷവും ഈ യുദ്ധസംഭവം അനുസ്മരിക്കുന്ന സന്ദർഭത്തിൽ നമ്മൾക്കുണ്ടാവുക. ബദരീങ്ങളെ ആഘോഷിക്കുന്നവരുണ്ട്, അവരോട് പ്രാർത്ഥിക്കുന്നവരുണ്ട്. ആ നടത്തുന്ന ആളുകളൊക്കെ ബദരീങ്ങളോടും നന്ദികളാണ് കാണിക്കുന്നത്. അതിലുപരി സർവശക്തനായ അള്ളാഹുവിനോടും നന്ദികളാണ് കാണിക്കുന്നത്. ബദരീങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ പോരാടി ധീര രക്തസാക്ഷിത്വം വരിച്ചപ്പോൾ ആ രക്തസാക്ഷികളെ അവരോട് പ്രാർത്ഥിക്കുന്ന ആളുകളായി മാറിയാൽ അത് അവരോട് തന്നെ നന്ദികേടാണ്. രണ്ടാമത് അള്ളാഹുവിനോടുമുള്ള നന്ദികേടാണ്. അതിൽ നിന്നൊക്കെ മുക്തമായി ആ സുദിനം ഓർക്കുമ്പോൾ നമ്മൾ വിശ്വാസം പുതുക്കിയെടുക്കാനുള്ള ഒരു അവസരമായി കണ്ടുകൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ, ദീനിന്റെ മാർഗത്തിൽ വീരരായി ധീരരായി ആദർശ നിഷ്ഠയുള്ളവരായി ജീവിച്ചു മരിക്കാൻ ശ്രമിക്കുക. സർവശക്തനായ അള്ളാഹു നമുക്ക് എല്ലാവർക്കും അതിന് തൗഫീഖ് ചെയ്യുമാറാവട്ടെ.